ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ ചെറുകഥ സദാചാര പോലീസ്. അധ്യായം 1. ഇന്ന് രാത്രി ഞങ്ങൾ അവനെ പൊക്കും. അവനെ മാത്രമല്ല, അവളെയും. രണ്ടുപേരും പിറന്ന രൂപത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ വിളിച്ചിറക്കി റോഡരികിലെ തെങ്ങിലേക്ക് ചേർത്ത് വരിഞ്ഞുകെട്ടും. നേരം പുലരുന്നതുവരെ അവരുടെ നഗ്നത മറയ്ക്കേണ്ടെന്നും ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരെ പിടികൂടി ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കിറക്കുന്നതിനു മുൻപ് അവർ നഗ്നരല്ലെങ്കിൽ കൂടിയും അവരുടെ ഉടുവസ്ത്രം അതെന്തായിരുന്നാലും ഉരിഞ്ഞു കളയണമെന്ന് ഞങ്ങൾ രഹസ്യമായി തീരുമാനിച്ചിട്ടുണ്ട്. തെങ്ങിൽ ചേർത്ത് കെട്ടിയ ശേഷം അവനെ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. വാലറ്റത്ത് മാത്രം അല്പം ജീവൻ അവശേഷിക്കത്തക്ക വിധത്തിൽ തല്ലിച്ചതച്ചിട്ട ഒരു പാമ്പിനെ പോലെയാകുന്നതുവരെ ഞങ്ങൾ അവനെ മാറി മാറി അടിക്കും. അവൻ്റെ തലമുടി വലിച്ചു പിഴുതെടുക്കും. അവൻ്റെ കണ്ണിലും വായിലും നാഭിയിലും മുളകുപൊടി കലക്കി ഒഴിക്കും. അവളെ എന്തു ചെയ്യണമെന്ന കാര്യത്തിലും ഞങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. അവളുടെ ചെകിട്ടത്ത് മാറി മാറി അടിക്കും ഞങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ പഠിച്ചു വച്ചിരിക്കുന്ന സകലമാന തെറിപ്പദങ്ങളും കൊണ്ട് അവളെ അഭിഷേകം ചെയ്യും. ഈ വില്ലൂന്നിക്കര പഞ്ചായത്തിലെ 7-ാം വാർഡിലെ ഒന്നാന്തരം പുരുഷന്മാരായ ഞങ്ങളെ വ്യാമോഹിപ്പിച്ച അവളുടെ സകല അവയവങ്ങളിലും ഞങ്ങൾ കാർക്കിച്ചു തുപ്പും. നേരം പുലരുന്നതിന് മുൻപ് തന്നെ വില്ലൂന്നിക്കര 7-ാം വാർഡിലെ പുരുഷ പ്രജകളെല്ലാം ഉറക്കം ഞെട്ടിയെണീറ്റ് വന്ന് ആ കാഴ്ച കാണാൻ പാകത്തിൽ ഞങ്ങൾ വീടാന്തരം കയറിയിറങ്ങി നടന്ന് സംഭവത്തെപ്പറ്റി വിളംബരം നടത്തും. കിഴക്ക് വെള്ള കീറി തുടങ്ങിയാൽ ഓരോ കഷ്ണം തുണി കൊണ്ടോ ഇല കീറുകൊണ്ടോ അവൻ്റെയും അവളുടെയും നാണം മറയ്ക്കാനും തീരുമാനമായിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ സ്ത്രീകളും കുട്ടികളും മ്ലേച്ഛമായ ആ കാഴ്ച കാണരുതല്ലോ. ശോഭന കുറച്ചൊന്നുമല്ല ഞങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുള്ളത്. അവളുടെ അവഗണന, അവളുടെ പരിഹാസം, അവളുടെ പുച്ഛം നിറഞ്ഞ നോട്ടം, ഇതൊക്കെ ഞങ്ങളെ എന്തുമാത്രം അസഹിഷ്ണുക്കളാക്കിയിട്ടുണ്ടെന്ന് അവൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇത്ര സുന്ദരേശൻ വർഷങ്ങൾക്ക് മുൻപ് ശോഭനയെ കല്യാണം കഴിച്ച് വില്ലൂന്നിക്കര 7-ാം വാർഡിലുള്ള പുഴക്കര വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ മുതൽ പലപ്പോഴും ഞങ്ങളുടെ ആത്മരതികളിലെ നായിക അവളായിരുന്നു. ഞങ്ങളിൽ പലരും ശോഭനയിൽ നിന്ന് എന്തെല്ലാം പ്രതീക്ഷിച്ചു, ഏതെല്ലാം വിധത്തിൽ ഞങ്ങൾ അവളെ സമീപിച്ചു. അവൾക്ക് ആവശ്യമുള്ള എന്ത് സേവനവും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തമ്മിൽ മത്സരം പോലുമുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള നീതിമാൻ സുരേഷ് മിതമായ നിരക്കിൽ അവൾക്ക് വേണ്ടി ഓട്ടോ ഓടിച്ചു. പലപ്പോഴും റിട്ടേൺ പോകുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ചാർജ് വാങ്ങാറ് പോലുമില്ലായിരുന്നു. അവളെ തൻ്റെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് അവന് അഭിമാനമായിരുന്നു. റിട്ടേൺ ട്രിപ്പിൽ മറ്റ് 2-3 പേരെ കയറ്റി 5-10 വീതം ചാർജ് ചെയ്യാമെന്നിരിക്കെ സുരേഷ് അതെല്ലാം വേണ്ടെന്ന് വെച്ച് അവളെ മാത്രം കയറ്റിയിരുത്തി. ഒടുവിൽ അവൾ നീട്ടുന്ന 10 രൂപ പോലും സ്നേഹപൂർവ്വം നിരസിച്ച് കൃതാർത്ഥനായ സന്ദർഭങ്ങൾ നിരവധിയാണ്. സുരേഷ് പറയും, എടാ, അവൾ ഓട്ടോയിൽ കയറിയിട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പം ഒരു സുഗന്ധമാ ഓട്ടോയിൽ, പെണ്ണിൻ്റെ മണം. എനിക്ക് പിന്നെ അന്നേ ദിവസം ആരെയും കയറ്റാൻ തോന്നില്ല എൻ്റെ ഓട്ടോയിൽ. ശോഭനയുടെ വീട്ടിലേക്ക് കുക്കിംഗ് ഗ്യാസിൻ്റെ സിലിണ്ടർ എത്തിച്ചു കൊടുത്തിരുന്ന കോഹിനൂർ ഗ്യാസിലെ ഷാജിയും പറയും, ശോഭനയോട് 2-4 വാക്ക് കൊച്ചു വർത്തമാനം പറഞ്ഞിട്ടിറങ്ങുമ്പം നമുക്കൊരു കായൽപ്പാട്ട് പാടാൻ തോന്നും. എന്തൊരു സന്തോഷമാ, എന്തൊരു എനർജിയാ. ശോഭന ഗ്യാസ് ബുക്ക് ചെയ്താൽ ഗ്യാസ് കമ്പനികൾ സമരത്തിലാണെങ്കിൽ പോലും ഷാജി പിറ്റേ ദിവസം തന്നെ ഗ്യാസ് എത്തിച്ചു കൊടുത്തിരിക്കും. സുന്ദരേശൻ്റെ ബൈക്കിനൊരു കേടുവന്നാൽ 2 വീലർ മെക്കാനിക് സജി ശോഭനയുടെ വീട്ടിൽ ചെന്ന് റിപ്പയർ ചെയ്തു കൊടുക്കും. വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് സുന്ദരേശൻ ചോദിച്ചാൽ സജി പറയും, വെറുതെ എന്തിനാ മെനക്കെടുന്നേ, ഞാൻ ആ വഴിക്ക് വരുന്നുണ്ടല്ലോ, ഞാൻ അവിടെ വന്ന് ശരിയാക്കി തന്നോളാം. വീട്ടിൽ ചെന്ന് റിപ്പയർ ചെയ്യുമ്പോൾ ശോഭന ചായ കൊടുക്കും. ബൈക്കിന് എന്ത് തകരാറാണ് പറ്റിയത്, അതെങ്ങനെയാണ് നന്നാക്കുന്നത് എന്നൊക്കെ റിപ്പയറിങ്ങിനിടെ അവൾ ചോദിക്കും. സജിക്ക് അത്രയും മതി. അന്നത്തെ ദിവസം ഓണസദ്യ ഉണ്ടതുപോലെയാണ്. മറ്റുള്ളവരെ എന്തിനു പറയുന്നു, എൻ്റെ കാര്യം തന്നെ എടുക്കാം. ശോഭനയുടെ വീട്ടിലെ ഫോൺ ബില്ലും ഇലക്ട്രിസിറ്റി ബില്ലും വരുന്ന ദിവസം ഞാനവിടെ കൃത്യമായി ഹാജരുണ്ടാകും. ചേച്ചി, ആ ബില്ലിങ് തന്നാൽ ഞാൻ പോയി അടച്ചിട്ട് വരാം. എൻ്റെ ബില്ലടയ്ക്കാൻ ഞാൻ എന്തായാലും പോകുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ, ബിൽ വാങ്ങുമ്പോൾ, ബാക്കി തിരിച്ചു കൊടുക്കുമ്പോൾ വിരലുകളൊന്ന് കൂട്ടിമുട്ടിയാൽ മതി. ശോഭനയ്ക്ക് വേണ്ടി ഞാൻ റേഷൻ കടയിലും മാവേലി സ്റ്റോറിലും പോയി അഭിമാനത്തോടെ ക്യൂ നിന്നിട്ടുണ്ട്. ആ പോസ്റ്റ്മാൻ പ്രകാശൻ ശോഭനയുടെ വീട്ടിൽ ബില്ലോ കത്തോ മാസികയോ കൊടുക്കാൻ ചെല്ലുമ്പോഴെല്ലാം അവളോട് 10 മിനിറ്റ് കിഞ്ചന വർത്തമാനം പറയുന്നത് കണ്ട് സഹി കെട്ടിട്ടാണ് പ്രകാശൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം ഒരു കത്ത് അറിയാതെ താഴെ വീണപ്പോൾ ജോമോൻ അവൻ്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിച്ചത്.
എന്തിനാണ് അടിച്ചതെന്ന് പോലും മനസ്സിലാകാതെ ഞെട്ടിത്തെറിച്ച് നിന്ന പ്രകാശനോട് ഒരട്ടഹാസവും നടത്തി ജോമോൻ, കത്ത് താഴെ ഇടുന്നോടാ. മറ്റുള്ളവർ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എഴുതി അയക്കുന്ന കത്തിന് നിനക്കൊരു വിലയുമില്ല അല്ലേടാ. സുന്ദരേശനിട്ടും ഒത്തുകിട്ടിയാൽ 2 വീക്ക് വീക്കണമെന്ന് ജോമോന് ആഗ്രഹമുണ്ടായിരുന്നു. ആ പട്ടിയാണല്ലോ അവളുടെ കൂടെ എന്നും കിടക്കുന്നതെന്നോർത്തിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. പോലീസും ശിക്ഷയും ജയിലും ഇല്ലായിരുന്നെങ്കിൽ ഞാനവനെ കൊന്നേനെ. ആ ശോഭനയെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ പിറന്ന കോലത്തിൽ പിടിച്ചുകെട്ടി പ്രദർശിപ്പിക്കാൻ പോകുന്നത്. അവളുടെ ഭർത്താവ് ബൈക്ക് ആക്സിഡൻറ്റിൽ 1.5 വർഷം മുൻപ് മരിച്ചപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഒരേ പ്രതീക്ഷയായിരുന്നു. ഇനി അവളെങ്ങനെ ജീവിക്കും ഞങ്ങളെ ആശ്രയിക്കാതെ? ഞങ്ങൾക്കും അവൾക്കുമിടയിൽ ഇനി എന്താണ് തടസ്സം? അവൾക്കു വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണല്ലോ. ഞങ്ങളെ അവഗണിക്കരുത്. അപ്പോഴാണ് ഈയിടെ കാരിപ്പുഴ പഞ്ചായത്തിൽ നിന്ന് ഒരു വരത്തൻ അവളുടെ വീട്ടിൽ നിത്യസന്ദർശകനായി എത്തുന്നത്. അവൻ ഓട്ടോയിലും ബൈക്കിലുമൊക്കെ അരിയും മാവും പച്ചക്കറിയുമൊക്കെ എത്തിച്ചു കൊടുക്കുന്നു. ചില രാത്രികളിലും അവൻ വന്നു പോകുന്നു. ഞങ്ങൾ ഇത്രയധികം ആണുങ്ങൾ ഈ വില്ലൂന്നിക്കര പഞ്ചായത്തിൽ 7-ാം വാർഡിലുണ്ടായിട്ടും പുറമേ നിന്ന ഒരുത്തൻ. ഞങ്ങളുടെ ഉള്ളിലെ സദാചാര പോലീസിന് ഇതെങ്ങനെ സഹിക്കും? ഇത് ഞങ്ങൾ വെറുതെ വിടില്ല. 12 പേരടങ്ങുന്ന ഞങ്ങളുടെ ഗ്രൂപ്പ് ഐക്യകണ്ഠേന തീരുമാനിച്ചതാണ്. നടപ്പാക്കുക തന്നെ ചെയ്യും. അധ്യായം 2. കോഹിനൂർ ഷാജി ഉച്ചതിരിഞ്ഞപ്പോൾ കുറേ തെങ്ങും മടലുകൾ വെട്ടി ഒരേ നീളത്തിൽ മുറിച്ച് ചീകി മിനുക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതിവിടെ ഇരുന്നോട്ടെ, രാത്രിയിൽ ഉപയോഗം വരും, കോഹിനൂർ ഷാജി പറഞ്ഞു. 8-10 മടലുകളുണ്ട്. കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ തെങ്ങും മടലുകൾ വെട്ടിയൊരുക്കിയെടുക്കുമായിരുന്നു. വീതിയുള്ള ഒരു തെങ്ങുമടൽ നിലത്ത് കുത്തനെ നാട്ടി നിർത്തും. പന്തടിക്കാനുള്ള മടൽ ബാറ്റിൻ്റെ ആകൃതിയിൽ മുറിച്ച് ചീകി ഭംഗിയാക്കും. ഇതെല്ലാം അവരെ അടിക്കാനാണോ? എനിക്ക് സംശയമായി. നമ്മൾ 10-12 പേരടിച്ചാൽ അവർ ചത്തുപോവില്ലേ? അവളെ അടിക്കുന്നില്ല. അവളെ അടിച്ച വനിതാ കമ്മീഷനും സ്ത്രീ പീഡന വിരുദ്ധ കമ്മിറ്റിയുമൊക്കെ ഇടപെടും. അവനെ അടിച്ച ആരും ചോദിക്കാനില്ല. 2 എണ്ണം കൂടുതൽ കൊടുത്തുകൂടായിരുന്നോ എന്നേ ചോദിക്കൂ. അവനെ അടിക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം. ഇത്രയും പേര് ഒന്നിച്ചുകൂടി അടിക്കുമ്പം ആർക്കും ആരെ നിയന്ത്രിക്കാൻ പറ്റില്ല. എല്ലാവരും ആവേശം മൂത്ത് പെരുമാറും. തെങ്ങും മടലല്ലേ, കുഴപ്പമില്ല, ചതഞ്ഞു കിടക്കേയുള്ളൂ. കമ്പിയും പത്തലുമൊക്കെയാണെങ്കിൽ കുഴപ്പമാ. കോഹിനൂർ ഷാജിക്ക് അതേപ്പറ്റിയെല്ലാം നല്ല ജ്ഞാനമുണ്ട്. ഞങ്ങളുടെ സദാചാര പോലീസ് ഗ്രൂപ്പിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് കോഹിനൂർ ഷാജി. വാസ്തവത്തിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ വില്ലുന്നിക്കര പഞ്ചായത്തിൽ ഇത്തരം സദാചാര പോലീസ് ഗ്രൂപ്പുകൾ പണ്ടേ ഉണ്ടായിരുന്നു. പല വാർഡുകളിലായി 2-3 പേർ വീതം വിഘടിച്ചു കിടന്ന ചെറു ഗ്രൂപ്പുകളെ തമ്മിൽ ഏകോപിപ്പിച്ചത് കോഹിനൂർ ഷാജിയും പ്ലംബർ മനോജും കൂടിയാണ്. കുളിമുറികളിൽ എത്തിനോക്കുന്നതിൽ ബിരുദനാണ് കോഹിനൂർ ഷാജിയെങ്കിൽ മനോജ് വിൻഡോ മാജിക്കിൽ വിദഗ്ധനാണ്. ദമ്പതികളുടെ കിടക്കറ ജനലുകൾ ചേർത്തടയ്ക്കാൻ പറ്റാത്ത വിധത്തിലാക്കുന്നതാണ് വിൻഡോ മാജിക്. അത്തരം വീടുകളിൽ ഉടമസ്ഥരില്ലാത്ത സമയത്ത് ചെന്ന് ജനലിൻ്റെ വിജാഗിരികളെ പൈപ്പ് റേഞ്ച് കൊണ്ട് ഞെരുക്കിക്കളയും പ്ലംബർ മനോജ്. ജനാലകളുടെ അടിഭാഗത്ത് ചെറിയ മണൽത്തരികൾ തിരികെ വെച്ച് ജനൽ ചേർത്തടയ്ക്കാൻ പറ്റാതാക്കുന്നതിലും മനോജിന് വൈദഗ്ധ്യമുണ്ട്. രാത്രിയിൽ അതത് വീടുകളിലെ ദമ്പതികൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ജാഗ്രതയോടെ ഓരോ ജനാലയ്ക്കിലും എത്തും. ചേർത്തടയ്ക്കാൻ പറ്റാത്ത ജനാലപ്പാളികൾ പതിയെ പതിയെ അല്പാൽപമായി തുറക്കും. ഞങ്ങൾക്ക് ഒരു കണ്ണിൻ്റെ കാഴ്ച കിട്ടിയാൽ മതി, സാഫല്യമായി. പല വാർഡുകളിലായി വിഘടിച്ചു കിടന്ന സദാചാര ഗ്രൂപ്പുകൾ വേണ്ടത്ര പരിശീലനവും തയ്യാറെടുപ്പുകളുമില്ലാതെ ഡ്യൂട്ടിക്കിറങ്ങുമ്പോൾ പലപ്പോഴും തിരിച്ചറിയപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്യാറുണ്ടായിരുന്നു. കോഹിനൂർ ഷാജിയും പ്ലംബർ മനോജും ചേർന്ന് ഗ്രൂപ്പുകളെ ഏകോപിപ്പിച്ചതോടെ അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പ്രാവീണ്യം ഞങ്ങൾ നേടിയെടുത്തു. അതിനു പിന്നിൽ നിരന്തരമായ ജാഗ്രതാപൂർണമായ നിരീക്ഷണങ്ങളുണ്ടായിരുന്നു. ഓരോരോ വീടുകളിൽ പെൺകുട്ടികൾ, യുവതികൾ, വീട്ടമ്മമാർ എന്നിവർ കുളിക്കുന്ന സമയം, ഓരോ കിടക്കറയിൽ അതാത് വീടുകളിലെ ദമ്പതികൾ ഉറങ്ങുന്നതും ഉറങ്ങാതിരിക്കുന്നതുമായ സമയം, രാത്രി യാത്രക്കാർ പുറപ്പെടുകയും എത്തിച്ചേരുകയും ചെയ്യുന്ന സമയം, ഹൗസിംഗ് കോളനിയിലെ നേപ്പാളി ഗൂർഖ സൈക്കിളിൽ റിംഗ് റോഡുകളിലൂടെ കടന്നു പോകുന്ന സമയം എല്ലാം ഹൃദയസ്ഥമാക്കി വയ്ക്കേണ്ടതുണ്ടായിരുന്നു. വീടിന് മുൻപിൽ റോഡുണ്ടെങ്കിൽ അതിൻ്റെ 2 ഭാഗത്തായി 2 പേർ വീതം സിഗ്നൽ നൽകാൻ തയ്യാറായി നിൽക്കുന്നിടത്തു നിന്നാണ് ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ തുടക്കം. ഗേറ്റിനുള്ളിൽ 4 പേർ പ്രവേശിക്കും. ഒരാൾ വീടിന് പുറമേയുള്ള ലൈറ്റ് അണയ്ക്കും. ബൾബാണെങ്കിൽ ഊരി മാറ്റിവെക്കും. ട്യൂബാണെങ്കിൽ അതിൻ്റെ ചോക്ക് ഊരിയെടുക്കും.
ജനൽപ്പാളി 2 ഇഞ്ചിൽ കൂടുതൽ തുറക്കാൻ പാടില്ല എന്നത് അലിഖിത നിയമമാണ്. ഒരു സമയം ഒരാൾക്ക് മാത്രമേ ജനലിലൂടെ അകത്തെ കാഴ്ച കാണാൻ പറ്റൂ. പിന്നെ ഒരാശ്രയം വെന്റിലേഷനാണ്. വെന്റിലേഷൻ വരെ നോട്ടം എത്താനുള്ള ഉയരമില്ലെങ്കിൽ ഒരാൾ മറ്റേയാളെ തോളത്ത് കയറ്റി കാണാൻ പാകത്തിൽ ചുമന്നുകൊണ്ട് നിൽക്കും. റോഡിലൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സിഗ്നൽസിൽ നിൽക്കുന്നവർ ചുവപ്പ് വെളിച്ചം കാണിക്കും. ആ നിമിഷം മറ്റുള്ളവർ സുരക്ഷിതമായ ഇടങ്ങളിൽ മറഞ്ഞിരുന്നു കൊള്ളും. വീണ്ടും പച്ചയോ നീലയോ ലൈറ്റ് പ്രകാശിച്ചാൽ മാത്രമേ ഡ്യൂട്ടി തുടരാവൂ. ഓരോ വീടുകളിലെയും ദമ്പതികളുടെ ഉറക്കശ്രമം അനുസരിച്ചാണ് ഞങ്ങളുടെ ഡ്യൂട്ടി സമയവും ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു വീട്ടിൽ നിന്ന് സാഫല്യം കിട്ടിയവർ അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ സിഗ്നൽസിൽ നിന്നുകൊണ്ട് സേവനം അനുഷ്ഠിക്കേണ്ടി വരും. ബെഡ്റൂമിൽ തീരെ വെളിച്ചമില്ലാത്ത വീടുകളെ ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. നവദമ്പതികളുള്ള വീടുകളിലാണ് ഞങ്ങളുടെ ചാകര. അവരുടെ കിടക്കറകളിൽ മിക്കപ്പോഴും ഇത്തിരി വെളിച്ചമെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. ഇത്രയൊക്കെ സൂക്ഷ്മതയും കരുതലും ഉണ്ടായിരുന്നിട്ടും ഒരു രാത്രി കൂത്രപ്പള്ളി സോമൻ പിടിക്കപ്പെട്ടു. സിഗ്നൽസിൽ നിന്നവർ കൊടുത്ത അപകട വെളിച്ചം വെപ്രാളത്തിനിടയിൽ അവൻ കണ്ടില്ല. അന്ന് അവന് നല്ല അടി കിട്ടി. ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ പിന്നെ ഈ വാർഡിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങളെല്ലാവരും തന്നെ അമ്മ പെങ്ങന്മാരുള്ളവരും മാന്യന്മാരുടെ മക്കളും സൽപ്പേരുള്ള കുടുംബത്തിലെ അംഗങ്ങളുമാണ്. അതിനാൽ കൂത്രപ്പള്ളി സോമൻ പിറ്റേന്ന് തന്നെ നാടുവിട്ടുപോയി. അവനിപ്പോൾ മുംബൈയിൽ ചായക്കടപ്പണി ചെയ്ത് ജീവിക്കുകയാണ്. ഒരു വീട്ടിലെ കുളിമുറിയിൽ എത്തി നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഓർക്കാപ്പുറത്ത് പിടിവീണ പ്ലാത്തോട്ടം അനിൽ ഇപ്പോൾ ഷാർജയിലാണ്. പിറ്റേന്ന് തന്നെ സ്ഥലം വിട്ടുപോയ അനിൽ കുറേ കാലം ദൂരെയുള്ള ബന്ധുവീട്ടിൽ താമസിച്ചു. അതിനിടയിൽ വിസയും ജോലിയുമൊക്കെ കൂട്ടുകാർ മുഖേന സംഘടിപ്പിച്ച് കടൽ കടക്കുകയായിരുന്നു. നാട്ടിൽ സമൂഹമധ്യത്തിൽ അത്രമേൽ സൽസ്വഭാവികളും കുടുംബ ബന്ധങ്ങളെ മാനിക്കുന്നവരും സദാചാര തൽപരരുമാണ് ഞങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര ധൈര്യമായി സദാചാര പോലീസിൻ്റെ തൊപ്പി ധരിക്കുകയില്ലല്ലോ. ശോഭനയുടെ ജാരനെ അടിക്കാനുള്ള മടലുകൾ ഞാനും കോഹിനൂർ ഷാജിയും കൂടി വീടിൻ്റെ പുറം ഭിത്തിയിൽ ചാരിവെച്ചുകൊണ്ടിരിക്കെ സനലെത്തി. എടാ, അവൻ വന്നിട്ടുണ്ട്. സനൽ അതിയായ ആവേശത്തിൽ സ്വരം അടക്കിപ്പിടിച്ച് പറഞ്ഞു. നീ കണ്ടോ? ഓട്ടോയിലാണ് വന്നത്. ജംഗ്ഷനിലെ കോഴിക്കടയെന്ന് ചിക്കനും പച്ചക്കറിയും പിന്നെ ഏതാണ്ടൊക്കെ വാങ്ങിച്ച് കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഉറപ്പാ. ഇന്നത്തോടെ അവൻ്റെയും അവളുടെയും സകല അഭ്യാസവും നമ്മൾ തകർക്കും. ഞാൻ അവൻ്റെ കൂമ്പ് നോക്കി 4 ഇടി ഇടിക്കുമേ. ആരും എന്നെ തടഞ്ഞേക്കരുത്. സനൽ ആവേശത്തിൻ്റെ കൊടുമുടി കയറി. നമ്മളിവിടെ ഉണ്ടായിട്ട് പുറത്തുനിന്നൊരുത്തൻ. ശോഭനയുടെ ഭർത്താവായ സുന്ദരേശനോട് പോലും ക്ഷമിക്കാൻ കഴിയാത്തവനാണ് സനൽ. ശോഭനയുടെയും സുന്ദരേശൻ്റെയും കിടക്കറിയാണ് ഞങ്ങൾ ഏറ്റവും അധികം നിരീക്ഷണ വിധേയമാക്കിയിട്ടുള്ളത്. അവിടെ ഫാൻസി ബൾബിൻ്റെ വെളിച്ചമുണ്ടായിരുന്നു. സുന്ദരേശൻ്റെയും ശോഭനയുടെയും കിടക്ക രാത്രി വൈവിധ്യങ്ങളുടെ കലവറിയായിരുന്നു. ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളെ ഏറ്റവും അധികം ഹരം പിടിപ്പിച്ചത് ആ ജോഡികളായിരുന്നു. ഒരു നാൾ സനൽ ഒരബദ്ധം കാട്ടി. സുന്ദരേശൻ വീട്ടിലില്ലാതിരുന്ന നേരത്ത് ശോഭനയുടെ വീട്ടിൽ ചെന്ന് കുടിക്കാൻ വെള്ളം ചോദിച്ചു. ശോഭന വെള്ളം കൊടുത്തു. അതിനിടയിൽ സനൽ വാവിട്ട് എന്തോ പറഞ്ഞു. അപ്പോൾ ശോഭന ഇഷ്ടപ്പെടാതെ എന്തോ മറുപടി പറഞ്ഞു. ദേഷ്യം വന്നാൽ കണ്ണു കാണാത്തയാളാണ് സനൽ. ഞാനങ്ങ് വായിച്ചു കൊടുത്തു എന്നാണ് സനൽ ഞങ്ങളോട് പറഞ്ഞത്. പല ആംഗിളുകളിലൂടെ ആ രംഗം വിലയിരുത്തിയ ശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തി. സനൽ ആ ദിവസം വരെ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ അതെല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നുവെന്ന്. പിറ്റേന്ന് മുതൽ ശോഭനയുടെയും സുന്ദരേശൻ്റെയും കിടക്കറയിൽ വെളിച്ചമുണ്ടായിട്ടില്ല. ഇന്ന് ഞങ്ങൾ ആ കണക്കെല്ലാം തീർക്കാൻ പോവുകയാണ്. അവൻ, കാരിപ്പുഴ പഞ്ചായത്തിലെ വരത്തൻ, അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവൾ അവനു വേണ്ടി കോഴി പൊരിക്കുകയും മീൻ വറുത്തു കോരുകയും മുട്ട പുഴുങ്ങുകയും ചെയ്യുന്നുണ്ടാവണം. ഇന്ന് രാത്രി ശരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അവൾക്കറിയില്ലല്ലോ. അധ്യായം 3. 6 മണിയായപ്പോൾ പ്ലംബർ മനോജ് അടക്കം ഞങ്ങൾ 9 പേർ വയൽക്കര തെങ്ങും പറമ്പിൽ സമ്മേളിച്ചു. ഒരു വശം വയലും മറുവശം പുഴയുമാണ്. ഇവിടെ തെങ്ങിൻ തണലിലാണ് ഞങ്ങളുടെ തലമുറ പുകവലി, മദ്യപാനം, ലഹരി മരുന്നുപയോഗം, വാറ്റുചാരായ നിർമ്മാണം എന്നിവയുടെ ബാലപാഠങ്ങളിലൂടെ പിച്ചവെച്ചത്. ഇവിടെ തെങ്ങൻ തണലിലിരുന്നാണ് ഞങ്ങൾ വില്ലുന്നുകരയിലെ പെണ്ണുങ്ങളെപ്പറ്റി തുറന്ന് സംസാരിക്കാറുള്ളത്. ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ഷെയറിട്ട് കുപ്പി വാങ്ങുകയും ഒരു തുള്ളി പോലും ആർക്കും അധികം കിട്ടാത്ത വിധം അത്രയധികം തുല്യതയോടെ പങ്കുവെക്കുകയും ചെയ്യാറുള്ളത്. ഇവിടെ തെങ്ങൻ തണലിൽ ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലും ബോട്ട് ചെട്ടിയിലും വന്നിറങ്ങി കനാൽ റോഡിലൂടെ സഞ്ചരിച്ച് 7ാം വാർഡിൻ്റെ വിവിധ ഇടവഴികളിലേക്ക് തിരിയുന്ന മാന്യജനങ്ങളെ കാണുകയും വിലയിരുത്തുകയും ചെയ്യാറുള്ളത്.
ഈ തെങ്ങും പറമ്പിനും വയലിനും ഇടയ്ക്കുള്ള പഴയ പൊട്ടക്കുളത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത മദ്യക്കുപ്പികളും സോഡാക്കുപ്പികളും വിവിധയിനം ലഹരി മരുന്നുകൾ പൊതിയാൻ ഉപയോഗിച്ച പാക്കറ്റുകളും ഇഞ്ചക്ഷൻ സൂചികളും ചേർന്ന് വലിയൊരു കൂമ്പാരമായി കിടപ്പുണ്ടെന്നറിയുക. ഞങ്ങൾ ഷെയറിട്ട് കുപ്പി വാങ്ങി എല്ലാവർക്കും തുല്യമായി സാമൂഹിക നീതി പങ്കിടുമ്പോഴാണ് ജോമോൻ എത്തിയത്. അവൻ തിരിച്ചുപോയി. ജോമോൻ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങളിൽ ആർക്കും പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും ഉണ്ടായില്ല. അത് സാരമില്ലടേ, നീ ഇരിക്ക്. സനൽ നീട്ടിവെച്ച കാലുകൾ മടക്കിയൊതുക്കി പുല്ലിനു മീതെ ജോമോന് ഇരിപ്പിടം അനുവദിച്ചു. രാത്രി അവൻ വരും, ഉറപ്പല്ലേ? ഞങ്ങൾക്ക് അക്കാര്യത്തിൽ സംശയമില്ല. കാരണം പകൽ അവൻ ശോഭനയുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം രാത്രി തീർച്ചയായും അവനവിടെ മുഖ്യ അതിഥിയായി വടക്കൻ വീരഗാഥയിലെ ചന്തുവായി ഉണ്ണിയാർച്ചയുടെ രഹസ്യകാമുകനായി എത്തുമെന്ന് തന്നെയാണ്. ജെട്ടിയിൽ വന്നെടുത്ത ഹൗസ് ബോട്ടിൽ നിന്ന് ഒരു സായിപ്പും മദാമ്മയും കൂടി ഇറങ്ങി കനാൽ റോഡിലൂടെ നടക്കുന്നത് കണ്ട് സനൽ പറഞ്ഞു, അവൻ്റെയൊക്കെ ഒരു യോഗം. ശരിയാ, ബോട്ടിൽ നിന്നിറങ്ങിയ റിസോർട്ടിൽ നിന്നിറങ്ങിയ ഹൗസ് ബോട്ട്. മണിയനിൽ അസൂയ പെരുത്തു. ഈ ടൂറിസമൊക്കെ നിരോധിക്കണം. വല്ല രാജ്യത്തുനിന്നും ആണും പെണ്ണും കൂടി സുഖിക്കാൻ വരികയാ. അവരെ സുഖിപ്പിക്കാൻ വേണ്ടി നമ്മൾ റിസോർട്ടും ഹൗസ് ബോട്ടും പഞ്ചനക്ഷത്ര ഹോട്ടലും ഒരുക്കി കൊടുക്കുന്നു. എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ. പക്ഷേ ടൂറിസ്റ്റുകളെ നമുക്ക് തൊടാൻ പാടില്ലല്ലോ. ജോമോൻ ഞങ്ങളുടെ പരിമിതിയെപ്പറ്റി വ്യാകുലപ്പെട്ടു. ഞങ്ങളുടെ സദാചാര പോലീസ് ഒഴിവാക്കിയിരിക്കുന്ന ഒരേ ഒരു ഐറ്റം ടൂറിസ്റ്റുകൾ മാത്രമാണ്. അങ്ങനെയല്ലാത്ത ആരെയെങ്കിലും സംശയകരമായ സാഹചര്യത്തിൽ കണ്ടാൽ ഞങ്ങൾ പിടികൂടും. കാമുകന്മാർ ബൈക്കുകളിലും കാറുകളിലും വില്ലൂന്നിക്കര 7-ാം വാർഡിലെത്താറുണ്ട്. പുഴയുടെയും വിശാലമായ പാടശേഖരത്തിൻ്റെയും ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയാണ്. അത്തരക്കാരെ കണ്ടാൽ ഞങ്ങൾ വളഞ്ഞു പിടിക്കും. പേരുവിവരങ്ങൾ ചോദിക്കും. കാമുകൻ്റെ ചെകിട്ടത്ത് 4 പൊട്ടിക്കും. ടയറിലെ കാറ്റ് കുത്തിക്കളയും. കാറിൻ്റെ മെറ്റാലിക് പെയിൻറ്റിന് മീതെ ഉരുകിയ ടാർ തേച്ച് പിടിപ്പിക്കും. അതിൻ്റെ ബോണറ്റിൽ ഇരുമ്പ് കമ്പി കൊണ്ട് ആഴത്തിൽ കോറി വരയ്ക്കും. ഞങ്ങൾക്ക് കാമുകന്മാരെ കണ്ടുകൂടാ. ഈ 7-ാം വാർഡിലെ ഏതെങ്കിലും ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഒന്നിച്ച് നടന്നു പോയാൽ ചിരിച്ചും സംസാരിച്ചും പോകുന്നത് കണ്ടാൽ ഞങ്ങളുടെ സദാചാര പോലീസ് തീർച്ചയായും ഇടപെടും. പഠിക്കാൻ പോകുന്നവൻ പഠിച്ചിട്ട് മാനം മര്യാദയ്ക്ക് വീട്ടിൽ പോയിക്കൊള്ളണം. കളിയും ചിരിയും ഒന്നും വേണ്ട കേട്ടോ. ടൂറിസ്റ്റുകളെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ സദാചാര പോലീസ് ഒഴിവാക്കിയിരിക്കുകയാണ്. എങ്കിലും സായിപ്പും മദാമ്മയും കൂടി ഞങ്ങളുടെ ഗ്രൂപ്പിനരികെ കൂടി നടന്നു പോയാൽ ഞങ്ങളിൽ ആരെങ്കിലും ചോദിക്കും, എവിടുന്ന് പൊക്കിക്കൊണ്ടുവരുന്നടാ നായിൻ്റെ മോനെ ഈ വെള്ളലുവ കഷ്ണം? മലയാളം അറിയാത്ത സായിപ്പും മദാമ്മയും ഞങ്ങളെ നോക്കി പുഞ്ചിരി തൂകും. കൊണ്ടുപോയി തിന്നട പട്ടി, നിന്റെയൊക്കെ നല്ല കാലം. കഴിഞ്ഞ വർഷം ബൈക്കിൽ വന്ന ഒരു യുവാവും യുവതിയും ഞങ്ങളുടെ സദാചാര പോലീസിന് മുന്നിൽ കുടുങ്ങി. ചോദ്യം ചെയ്തു വന്നപ്പോൾ എറണാകുളത്ത് ഏതോ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കമിതാക്കളാണ്. 2 പേരും വല്ലാതെ വിരണ്ടു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ധൈര്യമായി. പോലീസിൽ അറിയിക്കാൻ പോവുകയാണെന്ന ഭീഷണി ഏറ്റതോടെ പന്തും ഗോൾ പോസ്റ്റും ഞങ്ങളുടെ കയ്യിലായി. പോലീസിൽ അറിയിക്കും, പഠിക്കുന്ന കോളേജിൽ അറിയിക്കും, വീട്ടിലറിയിക്കും. ഈ 3 ഭീഷണികളാണ് ഞങ്ങളുടെ തുറുപ്പുചീട്ടുകൾ. വളഞ്ഞുവച്ച് ടയറിൻ്റെ കാറ്റ് കുത്തിവിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാൻ ഭാവിക്കുമ്പോഴേക്കും ഏത് കാമുകനും കാമുകിയും മുട്ടുകാലിൽ വീണ് കൈകൂപ്പിക്കെഞ്ചും. ചിലർ കയ്യിലുള്ളതെല്ലാം തന്നിട്ട് പോകും. മൊബൈൽ ഫോൺ, പൈസയും ക്യാമറയും എല്ലാം പൂർണ്ണ മനസ്സോടെ തരും. മൊബൈൽ ഫോൺ ഞങ്ങളെ കൊതിപ്പിക്കുമെങ്കിലും അതുമാത്രം ഞങ്ങൾ എടുക്കില്ല. പിന്നീട് എന്തെങ്കിലും പരാതി വന്നാൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. സനലും ഷാജിയും റെജിയും കൂടി അന്ന് യുവാവിനെയും യുവതിയെയും വളഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ മഴ പെയ്തു. ഞങ്ങൾ അവരെ പമ്പ് ഹൗസിന് സമീപമുള്ള ഷെഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നേരം സന്ധ്യയാകുന്നതുവരെ അവിടെ വെച്ച് ചോദ്യം ചെയ്തു. അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി പുഴയിലെറിഞ്ഞു. പുഴയുടെയും പാടശേഖരത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അവർ പരസ്പരം പ്രണയിച്ചെടുത്ത ചിത്രങ്ങളടങ്ങിയ ക്യാമറയും പിടിച്ചു വാങ്ങി പുഴയിലെറിഞ്ഞു. പോലീസിലും വീട്ടിലും അറിയിക്കാതെ അവരെ വെറുതെ വിട്ടാൽ മതിയെന്ന് പറഞ്ഞ് 2 പേരും കരച്ചിലിലെത്തി. നീതിമാൻ സുരേഷാണ് ആദ്യം അവളെ കൈവച്ചത്. ഞങ്ങൾ അങ്ങനൊരു മുന്നേറ്റം അവനിൽ നിന്ന് പ്രതീക്ഷിച്ചതേയില്ല. മഴ നനഞ്ഞ് ഒട്ടിപ്പിടിച്ച വേഷത്തിൽ അവളങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ലടാ എന്ന് പിന്നീട് അവൻ രഹസ്യമായി എന്നോട് പറഞ്ഞു. ഷെഡിനുള്ളിലെ മങ്ങിയ വെളിച്ചത്തിൽ യുവാവിൻ്റെ കെഞ്ചിക്കൊണ്ടുള്ള അപേക്ഷയും അവൻ്റെ കാമുകിയുടെ തേങ്ങലും അമർന്നുപോയി. രാത്രി 8:30 മണിക്ക് അവളെയും അവനെയും ബൈക്കിൽ കയറ്റി തിരിച്ചയക്കുന്നതിന് മുൻപ് ഞങ്ങൾ 6 പേർ അവളെ മര്യാദ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവരെ വെറുതെ വിട്ടാൽ അവർ മറ്റേതെങ്കിലും ദിവസം മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി പ്രേമിക്കും. ഇനിയൊരിക്കലും അങ്ങനെ സംഭവിക്കരുത്.
ആയുസ്സിലൊരിക്കലും ഇനി അവനും അവളും പ്രേമിക്കാൻ ഇറങ്ങിത്തിരിക്കില്ല. നീതിമാൻ സുരേഷ് ഞങ്ങളുടെ പ്രവൃത്തിക്ക് ന്യായീകരണം നൽകിയെങ്കിലും കുറേ ദിവസത്തേക്ക് ഞങ്ങൾക്കൊരു ഭയമുണ്ടായിരുന്നു. ആ കമിതാക്കൾ പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് കേസാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ കുടുങ്ങിയേനെ. കഴിഞ്ഞ മാസവും ഏതാണ്ട് ഇതേ മട്ടിലൊരു സംഭവമുണ്ടായി. 2 കോളേജ് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളുടെ ഇരകൾ. ചോദ്യം ചെയ്തു വന്നപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന ബിരുദ വിദ്യാർത്ഥികളാണ്. കോളേജിലും പോലീസിലും അറിയിക്കുമെന്ന ഭീഷണിയിൽ 2 പേരും വല്ലാതെ വിരണ്ടു. പകൽ നേരവും പാടശേഖരവും ആയിരുന്നതിനാൽ മര്യാദ പഠിപ്പിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നില്ല. ഞങ്ങളിൽ 5 പേർ വൃത്താകൃതിയിൽ വളഞ്ഞുവെച്ച് അവരെ പുറമെയുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അതിനുശേഷം ഓരോരുത്തർ ഊഴമിട്ട് മാറി മാറി അവളെ കൈകാര്യം ചെയ്തു. വെറും കൈകാര്യം മാത്രം. ഇനിയൊരിക്കലും അവർ പ്രണയിക്കാൻ ഇറങ്ങിത്തിരിക്കില്ലെന്ന് ഉറപ്പാക്കിയാണ് അവരെ തിരിച്ചയച്ചത്. 3 മാസം മുൻപ് ഞങ്ങൾക്ക് ഒരബദ്ധം പറ്റിയതുകൂടി ഏറ്റുപറയുകയാണ്. സുന്ദരനായ ഒരു മധ്യവയസ്കനും പെൺകുട്ടിയും കാറിലാണ് വന്നത്. പുഴയോരത്തും പാടശേഖരത്തും കറങ്ങി നടന്ന് ഫോട്ടോകൾ എടുക്കുന്നു, ചോക്ലേറ്റ് തിന്നുന്നു, കാറിനുള്ളിലിരുന്ന് പെപ്സി കുടിക്കുന്നു. ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ ഇങ്ങോട്ട് തട്ടിക്കയറുന്നു. ജോമോൻ കൈ നിവർത്ത് മധ്യവയസ്കന് ഒറ്റയടി വെച്ചു കൊടുത്തു. പെൺകുട്ടിയെ കാറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിറക്കി. അപ്പോഴേക്കും അയാൾക്ക് പരിഭ്രമമായി. ചോദിച്ചറിഞ്ഞു വന്നപ്പോൾ അച്ഛനും മകളുമാണ്. ഇവിടെ സദാചാര പോലീസുണ്ടെന്ന് പാവങ്ങൾ അറിഞ്ഞില്ല. ഇതൊക്കെ ചോദിക്കുമ്പോഴേ പറയണ്ടേ? ഞങ്ങൾ വിചാരിച്ചു ഏതോ കൊച്ചു പെൺകുട്ടിയെ കുരുക്കിയെടുത്തു കൊണ്ടുവന്നിരിക്കുകയാണെന്ന്. നീതിമാൻ സുരേഷ് അവർക്ക് മാപ്പ് നൽകി നിരുപാധികം വിട്ടയച്ചു. 3 വർഷം മുൻപ് ഞങ്ങൾക്ക് പറ്റിയ ഒരമളി കൂടി പറഞ്ഞുകൊള്ളട്ടെ. തങ്കമണിയുടെ വീട്ടിൽ വന്നു പോകുന്ന ജാരനെ പിടിക്കാൻ അർദ്ധരാത്രിക്ക് കച്ചകെട്ടി ഇറങ്ങിയതായിരുന്നു ഞങ്ങൾ 11 പേരുടെ സംഘം. തങ്കമണിയുടെ ഭർത്താവ് ഗൾഫിലാണ്. പതിവ് പോലെ ഞങ്ങൾ വീട് വളഞ്ഞു. ജാരൻ അകത്തുണ്ടെന്ന് മനസ്സിലായി. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി ആളെ വലിച്ച് പുറത്തിറക്കി പൊതിരെത്തല്ലി. 2 പേരെയും തെങ്ങിൽ പിടിച്ചു കെട്ടാൻ ഭാവിക്കുമ്പോഴാണ് അയൽക്കാരൻ സുരേന്ദ്രൻ ഒരു സത്യം വിളിച്ചു പറയുന്നത്. അത് തങ്കമണിയുടെ അച്ഛനാണെന്ന്. ഞങ്ങൾക്ക് ആള് തെറ്റിയതാണ്. തങ്കമണി അന്നു മുതൽ ഞങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിക്കൊണ്ട് തുടങ്ങിവെച്ച ചീത്തവിളി ഇന്ന് നിർത്തിയിട്ടില്ല. സാരമില്ല, ഈ രാജ്യത്തിൻ്റെ ചരിത്രവും ചാരിത്രവും സംസ്കാരവും കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ സദാചാര പോലീസിന് ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചെന്നിരിക്കും. അതും സ്വാഭാവികം മാത്രം. അധ്യായം 4. രാത്രിയായി. ഞങ്ങൾ 11 പേർ കാത്തിരിക്കുകയാണ്. അവൻ ഇതുവരെ എത്തിയിട്ടില്ല. ശോഭനയുടെ വീട്ടിൽ ചിക്കനും മീനും പൊരിക്കുന്നതിൻ്റെ ആസ്വാദികരമായ ഗന്ധം എൻ്റെ വീടിൻ്റെ പരിസരം വരെ എത്തുന്നുണ്ടായിരുന്നു. എപ്പോഴാ നമ്മൾ വീട് വളയേണ്ടത്? ഞാൻ സുരേഷിൻ്റെ മുഖത്തേക്ക് കണ്ണു നട്ടു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് അവനാണ്. ആദ്യം അവൻ വരട്ടെ. വന്ന ഉടനെ അവൾ അവനെ ഊണുമുറിയിലേക്ക് വിളിച്ചോണ്ട് പോയി വിരുന്നുകൂട്ടും. അതിനുശേഷം ബെഡ്റൂമിൽ കയറി വാതിലടയ്ക്കും. ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ വീട് വളഞ്ഞ് 2നെയും പൊക്കാം. ഒരു ധൈര്യത്തിനും ആവേശത്തിനും വേണ്ടി ഞങ്ങൾ ഇതിനകം ഷെയറിട്ട് 3 കുപ്പി പൊട്ടിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്ത് അജിയുടെ ശബ്ദം കേട്ടത്. അവനും എത്തിക്കഴിഞ്ഞു. വാതിൽ തുറന്നപ്പോൾ കൂടെ ബിജു കുര്യൻ. നാശം പിടിക്കാൻ ഇവനെവിടുന്ന് വരുന്നു? ഞങ്ങളുടെ ഗ്രൂപ്പിലെ ആദ്യകാല മെമ്പറായിരുന്നു ബിജു കുര്യൻ. രമണിയുടെ വീടിന് പുറമെയുള്ള കുളിമുറിയിൽ സന്ധ്യയ്ക്ക് കയറി ഒളിച്ചിരുന്നിട്ട് കുളിക്കാൻ വന്ന രമണിയുടെ മോളെ കയറി പിടിച്ച് ചരിത്രം സൃഷ്ടിച്ചവനാണ് ബിജു കുര്യൻ. അതോടെ അവൻ്റെ നക്ഷത്രം തെളിഞ്ഞു. അന്ന് രാത്രി തന്നെ നാടുവിട്ട് മുങ്ങിയ ബിജു കുര്യൻ പിന്നെ മർച്ചൻ്റ് നേവിയിലാണ് പൊന്തുന്നത്. പിൽക്കാലത്ത് നാട്ടിൽ തിരിച്ചെത്തി രമണിയുടെ മോളെ തന്നെ കല്യാണവും കഴിച്ചു. അവധിക്ക് വരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് സ്കോച്ച് വിസ്കി കൊണ്ടുവന്നു തരും. അവൻ്റെ കല്യാണം ഞങ്ങളെല്ലാവരും കൂടി കെങ്കേമമായി ആഘോഷിച്ചു. 7-ാം വാർഡിൽ ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കും. കല്യാണങ്ങൾക്കും മരണങ്ങൾക്കും ആശുപത്രി കേസുകൾക്കും ഞങ്ങളുടെ ഗ്രൂപ്പ് ഒപ്പം നിന്ന് സഹായിക്കും. പഞ്ചായത്ത് റോഡിലെ കുഴി മൂടാനും വെയിറ്റിംഗ് ഷെഡിൻ്റെ മേൽക്കൂര ശരിയാക്കാനും വായനശാല പരിഷ്കരിക്കാനും ഞങ്ങൾ സംഘടിതമായി നിന്ന് പ്രവൃത്തിയെടുക്കും. നീ ഇതുവരെ തിരിച്ചു പോയില്ലായിരുന്നോ? നീതിമാൻ സുരേഷ് ബിജു കുര്യനെ എതിരേറ്റു. ലീവിന് വന്നിട്ട് മാസം 2 ഒരാഴ്ചയും കൂടി അവധിയുണ്ട്. നിങ്ങളിവിടെ ഇന്ന് രാത്രി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അജി പറഞ്ഞു. ശരിയാ. സുരേഷ് പദ്ധതി വിശദീകരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഇതൊക്കെ നിർത്താറായില്ലേ? അങ്ങനെ പുറത്തുനിന്ന് ഒരുത്തനും വന്ന് ഉണ്ടാക്കണ്ട. സുരേഷ് സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു. എടാ സുരേഷേ, ഇതൊക്കെ പോക്രിത്തരമാ. വിദേശ രാജ്യങ്ങളിലൊക്കെയാണെങ്കിൽ അന്യൻ്റെ മതിലിനുള്ളിലേക്ക് എത്തി നോക്കാൻ പോലും നമുക്ക് അവകാശമില്ല. ആരുടെ അവിടെ എന്ന് ചോദിച്ചാൽ അവർ നമുക്കെതിരെ കേസ് കൊടുക്കും.
നമ്മൾ തടവ് ശിക്ഷ അനുഭവിക്കുകയും നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്യേണ്ടി വരും. എടാ ബിജു, അവളുടെ ഭർത്താവ് മരിച്ചിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. അവൾ വേറൊരുത്തിനെ വിളിച്ചു വരുത്തി കാര്യം നടത്തുന്നു, അതും ഒരു വരത്തിനെ. അവൾ പിന്നെ എന്തു ചെയ്യണമെടാ? എല്ലാം പൂട്ടിക്കെട്ടി വെച്ച് മരണം വരെ വെള്ളമെടുത്ത് ഇരിക്കണോ? അതുകൊണ്ട് നിനക്കെന്ത് പുണ്യം കിട്ടും? ഈ 7-ാം വാർഡിന് എന്ത് പുണ്യം കിട്ടും? അവളുടെ ശരീരത്തിന് ആവശ്യങ്ങളില്ലേ? അവളുടെ കുടുംബത്തിന് ആവശ്യങ്ങളില്ലേ? വരുമാനമില്ല, ജോലിയില്ല, 2 കുഞ്ഞുങ്ങളെ വളർത്തണം, പഠിപ്പിക്കണം, അവളുടെ കുടുംബ ചെലവുകൾ നടത്തണം. നിങ്ങളാരെങ്കിലും 10 രൂപ കൊടുത്ത് സഹായിച്ചോ? അവളുടെ വീട്ടിൽ ചോറ് വയ്ക്കുന്നുണ്ടോ എന്ന് തിരക്കിയോ? അവൾ ഞങ്ങളോട് ചോദിച്ചില്ല. ചോദിച്ചിരുന്നെങ്കിലോ ഞാൻ സഹായിച്ചേനെ. പകരം അവൾ നിനക്ക് വഴങ്ങിത്തരേണ്ടി വന്നേനെ ഇല്ലേ? പുറത്തുനിന്ന് വന്ന ആ വരത്തിനോ? അവനൊരുത്തനല്ലേ ഉള്ളൂ. നിനക്ക് വഴങ്ങിത്തന്ന ഈ ഇരിക്കുന്ന 11 പേർക്കും അവൾ കിടക്ക വിരിക്കണ്ടേ? എടാ, നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. ഞാൻ കുറേ കാലം നിങ്ങളുടെ കൂടെ നടന്നതല്ലേ. കുളിമുറിയിലെത്തി നോട്ടം, ബെഡ്റൂമിലെത്തി നോട്ടം, മോഹിച്ച് പ്രണയിച്ച് വരുന്ന കമിതാക്കളെ ഭീഷണിപ്പെടുത്തൽ. എടാ, ഇതൊക്കെ ഈ രാജ്യത്തല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കുമോ? ഇതിനു വേണ്ടിയാണോ നീയൊക്കെ ജനിച്ചത്? ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ കുറേ നാടുകളൊക്കെ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന നാറിയ ഏർപ്പാട് ഞാൻ ഒരു രാജ്യത്തും കണ്ടിട്ടില്ല. സിംഗപ്പൂരിൽ മെട്രോയിൽ കാമുകന്മാർ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരും അവരെ നോക്കുന്നു പോലുമില്ല. ഇവിടാണെങ്കിലോ നിങ്ങളെല്ലാവരും കൂടി 2 പേരെയും അടിച്ചു ശരിപ്പെടുത്തി റെയിൽ പാളത്തിലെറിയും ഇല്ലേ? നീ എന്നാടാ ബിജു കത്തനാരായത്? നീതിമാൻ സുരേഷിന് ദേഷ്യം പിടിച്ചു. സുരേഷേ, ഈ ലോകത്ത് ഓരോ ദിവസവും കോടിക്കണക്കിന് ആളുകൾ ഇണചേരുന്നുണ്ട്. അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഭാര്യ ഭർത്താക്കന്മാരല്ല. നിനക്ക് എന്തു ചെയ്യാൻ കഴിയും? തടയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഹോട്ടലുകളിലും ആയിരക്കണക്കിന് ആണും പെണ്ണും ഭാര്യ ഭർത്താക്കന്മാരല്ലാത്തവർ സെക്സിൽ ഏർപ്പെടുന്നുണ്ട്. നിനക്ക് തടയാൻ പറ്റുമോ? നമ്മുടെ 7-ാം വാർഡിൽ തന്നെ 15ഓളം റിസോർട്ടുകളും 40ഓളം ഹൗസ് ബോട്ടുകളുമുണ്ട്. അവിടെ വന്ന് താമസിച്ച് സെക്സിൽ ഏർപ്പെടുന്ന ആണും പെണ്ണും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് നിനക്കുറപ്പുണ്ടോ? അതൊന്നും ഉറപ്പു പറയാൻ പറ്റില്ല. ജോമോൻ സമ്മതിച്ചു. നമ്മുടെ പഴയൊരു പ്രധാനമന്ത്രിയുടെ മകൻ ഒരു പെണ്ണിനെയും കൂട്ടി ഈ നാട്ടിൽ വന്ന് പോലീസ് അകമ്പടിയോടെ ഹൗസ് ബോട്ടിൽ നിൻ്റെയൊക്കെ മുമ്പിലൂടെ ചുറ്റിക്കളിച്ചില്ലേ? അവർ ഹൗസ് ബോട്ടിലെയും റിസോർട്ടിലെയും AC റൂമിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നോ? നീയൊക്കെ തടഞ്ഞോ? ചോദ്യം ചെയ്തോ? അവരൊക്കെ വലിയ താപ്പാനകൾ. പ്ലംബർ മനോജ് നിസ്സഹായത പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതായത് കൈ നിറയെ പൈസയുള്ളവൻ ഹോട്ടലിലും റിസോർട്ടിലും ഹൗസ് ബോട്ടിലും വന്ന് താമസിച്ച് ഉല്ലസിച്ചിട്ട് പോട്ടെയല്ലേ? നമ്മളെപ്പോലത്തെ പാവപ്പെട്ടവൻ അവൻ പ്രേമിക്കുന്ന പെണ്ണിനെയും കൂട്ടി വെറുതെ ഇവിടുന്ന് ചുറ്റിക്കറങ്ങാൻ വന്ന നിൻ്റെയൊക്കെ സദാചാരബോധം കൊടികുത്തി പരാക്രമത്തിനിറങ്ങും അല്ലേടാ സുരേഷേ? നീ പോടാ, ഇത് 7-ാം വാർഡിൻ്റെ പ്രശ്നമാ. നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി. എടാ, ഇത് വെറും അസൂയ, അസഹിഷ്ണുതയാ. മറ്റവൻ്റെ സ്ഥാനത്ത് നീ അല്ലല്ലോ എന്നുള്ള കുശുമ്പ. നിങ്ങളൊരു കാര്യം ചെയ്യ്, പിരിഞ്ഞു പോ. അവരവരുടെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങ്. ബിജു കുര്യൻ ഉപദേശിക്കുകയാണ് ഞങ്ങളെ. അങ്ങനെ പുറത്തുനിന്ന് ഒരുത്തനും വന്നുണ്ടാക്കണ്ട. ഞങ്ങളൊക്കെ ആണുങ്ങളാ, ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരാ. ഞങ്ങൾക്കും അമ്മ പെങ്ങന്മാരും കുടുംബമൊക്കെയുണ്ട്. നീ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയോ? ബിജു കുര്യൻ കയർത്തു. ഞങ്ങൾക്ക് അർത്ഥവും വ്യാകരണവും ഒന്നും നോക്കാൻ സമയമില്ല. പുറത്തുനിന്ന് വന്ന ഒരുത്തനും അങ്ങനെ. സുരേഷ് പതിവ് പല്ലവി ആവർത്തിച്ചുകൊണ്ടിരുന്നു. എടാ സുരേഷ്, സ്നേഹം കൊണ്ട് പറയോ ഞാൻ. നമ്മളൊന്നിച്ച് കളിച്ചു വളർന്നവരാ. ഈ നാട്ടിൽ എത്രയോ മാന്യന്മാരുണ്ട്. ആരെങ്കിലും ഇതിലിടപെടുന്നുണ്ടോ? അന്തസ്സുള്ള ആരും ഇത്തരം കാര്യങ്ങളിൽ തലയിടാൻ പോകില്ല. ഇതിനിടെ പുകവലിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയ റെജി പെട്ടെന്ന് തിരികെ വന്നു. അവൻ വന്നു. ജനലിനടുത്ത് ഞാൻ കണ്ടു. ഒറ്റ നിമിഷം കൊണ്ട് ഞങ്ങളെല്ലാവരും ഉദ്വേഗഭരിതരായി. എങ്ങനെ വന്നു? സനൽ ചാടി എഴുന്നേറ്റു. ഓട്ടോറിക്ഷയില. ഓട്ടോ തിരിച്ചുപോയി. ജാഗ്രതയുടെ ചോരയോട്ടത്തിൽ ഞങ്ങളുടെ ശരീരം ത്രസിച്ചുണർന്നു. ബൈക്കിൽ വന്നാൽ അയൽക്കാർക്ക് സംശയം തോന്നിയെങ്കിലോ? അവൻ്റെ ബുദ്ധി കൊള്ളാം. കോഹിനൂർ ഷാജി ഉത്തേജിതനായി നിൽക്കുകയാണ്. എല്ലാവരും തയ്യാറായിക്കോ, സുരേഷ് നിർദ്ദേശം നൽകി. സുരേഷേ, ഇത് നല്ലതിനല്ല. വെറുതെ പ്രശ്നം വഷളാക്കരുത്. ബിജു കുര്യൻ ഞങ്ങളെ തടയാൻ ശ്രമിക്കുകയാണ്. സുരേഷ് അവനെ തള്ളിമാറ്റി. ഞങ്ങൾ പുറത്തു കിടന്നു. വീടിൻ്റെ പുറംഭിത്തിയിൽ ചാരിവെച്ചിരുന്ന ആയുധങ്ങളെടുത്തു. ശോഭനയുടെ വീട്ടിൽ ലൈറ്റ് അണയാൻ വേണ്ടി ഞങ്ങൾ കാത്തുനിന്നു. അധ്യായം 5. ഞങ്ങൾ സദാചാര പോലീസ് ശോഭനയുടെ വീട് വളഞ്ഞു കഴിഞ്ഞു. 12 പേരുണ്ട് ഞങ്ങൾ. പിൻവാതിലടക്കം പുറത്തേക്കുള്ള എല്ലാ വാതിലിലും ഞങ്ങളെത്തി. ശോഭനയുടെ വീട്ടിലെ വിളക്കുകൾ ഒന്നൊന്നായി അണയുന്നത് കണ്ടിട്ടാണ്
റോഡ് കടന്ന് വീടിന് നേർക്ക് വന്നത്. ബെഡ്റൂമിലെ ലൈറ്റ് അണയുന്നതിന് മുൻപ് കറണ്ട് പോയി. അത് നന്നായി. സുരേഷ് പിറുപിറുത്തു. ബിജു കുര്യൻ റോഡിൽ നിന്ന് മുൻവാതിൽക്കിലേക്ക് വന്നു. ഒരിക്കൽ കൂടി തടയാൻ ശ്രമിച്ചു. വേണ്ട, നിങ്ങളിത് ചെയ്യരുത്. അടുത്ത നിമിഷം മനോജും സുരേഷും കൂടി ശോഭനയുടെ വീടിൻ്റെ മുൻവാതിൽ ചവിട്ടി തുറന്നു. പിന്നെ എന്തൊക്കെയാണ് നടന്നതെന്ന് വാസ്തവത്തിൽ മനസ്സിലായതേയില്ല. ഏതോ മുറിയിൽ ശോഭനയുടെ നിലവിളി, ഒരു പുരുഷന്റെ അലർച്ച, കുട്ടികളുടെ അലമുറ, സുരേഷിൻ്റെയും മനോജിൻ്റെയും ഉച്ചത്തിലുള്ള ചീത്തവിളി. ഇരുട്ടിൽ ഞങ്ങൾ ശോഭനയുടെ വസ്ത്രങ്ങൾ കീറിയെറിഞ്ഞു. കയ്യിൽ കിട്ടിയ പുരുഷനെ വ്യവസ്ഥനാക്കി വീട് മുതൽ റോഡ് വരെ തെങ്ങും മടലിന് അടിച്ചു നടത്തി. അയാൾ വീണപ്പോൾ വലിച്ചിഴച്ചു. കുട്ടികൾ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. രണ്ടുപേരെയും തെങ്ങിലേക്ക് ചേർത്ത് വരിഞ്ഞു കെട്ടുന്നതിനിടയിൽ തന്നെ ബഹളം കേട്ട് അയൽ വീടുകളിൽ നിന്ന് ടോർച്ചും എമർജൻസി വിളക്കും മറ്റുമായി ആളുകൾ ഓടി വരുന്നുണ്ടായിരുന്നു. തെങ്ങിൽ കെട്ടിയിട്ട പുരുഷനെ മടലുകൾ കൊണ്ട് തല്ലിച്ചതയ്ക്കുന്ന ഞങ്ങളെ തടയാൻ ബിജു കുര്യൻ ഇടയ്ക്ക് കയറി മൽപ്പിടുത്തം നടത്തുന്നുണ്ടായിരുന്നു. ഓർക്കപ്പുറത്ത് കറണ്ട് വന്നതോടെ നിലവിളിയും കരച്ചിലും അട്ടഹാസങ്ങളും ഒരു നിമിഷത്തേക്ക് നിലച്ചു. തെങ്ങിൽ വരിഞ്ഞു കെട്ടപ്പെട്ട നിലയിൽ കഴുത്തൊടിഞ്ഞ് തല കുനിഞ്ഞു കിടന്ന പുരുഷന്റെ നഗ്ന ശരീരത്തെ ചൂണ്ടിക്കാട്ടി മനോജ് ഉന്മാദരോഗിയെപ്പോലെ അലറി. നിങ്ങൾ കണ്ടോ, കുറേ നാളായി ഇവന്റെ പോക്കുവരവ്. ഇന്ന് ഞങ്ങൾ തൊണ്ട് സഹിതം പിടിച്ചു. നാണം മറയ്ക്കാൻ സ്വന്തം കൈപ്പടം പോലും കിട്ടാതെ തെങ്ങിൽ ചുറ്റിക്കെട്ടിയ നിലയിൽ നിന്ന് ശോഭനയുടെ നഗ്നതയിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. ഓടിക്കൂടിയ മാന്യന്മാർ കാഴ്ച കുറെ കൂടി വ്യക്തമാക്കാൻ വേണ്ടി ടോർച്ചടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. കുറേ നാളായി ഇവളെ പുറത്തുനിന്ന് ഒരുത്തിനെ രാത്രി വിളിച്ച് വീട്ടിൽ കയറ്റി അർമാദിക്കാൻ തുടങ്ങിയിട്ട്. സുരേഷ് വിളിച്ചു പറഞ്ഞു. പട്ടി. ശോഭന അവൻ്റെ നേർക്ക് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് ചേറി. എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെയാ ഈ നായിൻ്റെ മക്കള് തല്ലിച്ചതച്ച് കൊല്ലാറാക്കിയിട്ടിരിക്കുന്നേ. അപ്പോഴുണ്ടായ നടുക്കവും സ്തംഭനാവസ്ഥയും ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ബിജു കുര്യൻ തെങ്ങിൽ ബന്ധിതനായവൻ്റെ താടി പിടിച്ചുയർത്തി മുഖത്തേക്ക് നോക്കി. അയാളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും ചോര കിനിഞ്ഞിറങ്ങുന്നുണ്ടായിരുന്നു. ബിജു കുര്യൻ പിടിവിട്ടപ്പോൾ കഴുത്തൊടിഞ്ഞ പോലെ താടി വന്ന് അയാളുടെ തന്നെ നെഞ്ചിൽ കുത്തി. ബിജു കുര്യൻ നടുക്കത്തിൽ ഒരടി പിന്നോട്ട് മാറുകയും ചെയ്തു. അധ്യായം 6. ബിജു കുര്യൻ 1-ാം പ്രതി. ആരും നെറ്റിച്ചുളിക്കണ്ട. ഞങ്ങളിൽ 5 പേർ പ്രതിസ്ഥാനത്തുണ്ട്. ബിജു കുര്യൻ ഒഴികെ ബാക്കിയുള്ളവർക്ക് ജാമ്യം കിട്ടി. കൊലക്കേസിൽ 1-ാം പ്രതിയായതിനാൽ ബിജു കുര്യന് ജാമ്യമില്ല. ബിജു കുര്യൻ്റെ അടിയേറ്റാണ് ശോഭനയുടെ സഹോദരൻ മോഹനചന്ദ്രൻ മരണപ്പെട്ടതെന്ന് ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ കറണ്ട് വന്നപ്പോൾ മോഹനചന്ദ്രൻ്റെ തൊട്ടടുത്തായി കണ്ടത് ബിജു കുര്യനെയായിരുന്നു. മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപ് ബിജു കുര്യൻ ഞങ്ങളുടെ ഗ്രൂപ്പിലെ മെമ്പറുമായിരുന്നല്ലോ. ബിജു കുര്യൻ മർച്ചന്റ് നേവിയിലെ ജോലി നഷ്ടപ്പെട്ട് വിചാരണ കാത്ത് സബ് ജയിലിൽ കഴിയുന്നുണ്ട്. അവൻ്റെ ഭാര്യ കേസിന് പുറകെ അലഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ശോഭനയുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഈയിടെ ശ്രദ്ധിക്കാറില്ല. അവൾ എങ്ങനെ ജീവിച്ചാലും ഇപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് കുറ്റബോധം അശേഷം പോലുമില്ല. ഗൾഫിലുള്ള അവളുടെ സഹോദരൻ അന്ന് രാത്രി അവളുടെ വീട്ടിലെത്തുമെന്ന് ഗണിച്ചറിയാൻ ഞങ്ങളിലാരും ജ്യോതിഷികളൊന്നുമല്ലല്ലോ. രക്ഷപ്പെട്ടത് അവളുടെ മറ്റവനാണ്. പരിപാവനമായ ഒരു ദേശത്തിൻ്റെ സദാചാരവും സംസ്കാരവും കാത്തുരക്ഷിക്കാനുള്ള തീവ്രയത്നത്തിനിടയിൽ ഇങ്ങനെ ചില പാളിച്ചകൾ സംഭവിച്ചേക്കാം. ജാമ്യത്തിലിറങ്ങിയ ഞങ്ങൾ 5 പേർക്കും ഇന്ന് മണിയൻ്റെ വക സ്വീകരണ സൽക്കാരമുണ്ട്. അതിനായി മണിയൻ്റെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ് ഞങ്ങൾ. ഇനി ജോമോനും കൂടി വന്നു ചേർന്നാൽ മതി. ഞങ്ങൾ കാത്തിരിക്കെ കുപ്പികളും തീറ്റി സാധനങ്ങളുമായി ജോമോൻ എത്തി. എന്നിട്ട് പറഞ്ഞു, എടാ, ഒരു വിവരം അറിഞ്ഞു. ബിന്ദു കുര്യൻ്റെ വീട്ടിൽ ഈയിടെ ഒരുത്തൻ വന്നു പോകുന്നുണ്ട്. പകല വരവും പോക്കും. കുട്ടികൾ സ്കൂളിൽ പോയി കഴിയുമ്പം. പകലാണെങ്കിലും വേണ്ടില്ല, രാത്രിയാണെങ്കിലും വേണ്ടില്ല, അവനെ നമ്മൾ പൊക്കിയിരിക്കും. ഞങ്ങളുടെ സദാചാര ചേതന ഉണർന്നു കഴിഞ്ഞു. ശോഭന സംഭവം അതിനെ ഒട്ടും ക്ഷയിപ്പിച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടു. ഞങ്ങളെ ആരും തടയാനൊന്നും വരില്ലെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. കാരണം നമ്മളിൽ ഭൂരിപക്ഷം പേരും സദാചാര പോലീസുകാരല്ലേ. നാടിൻ്റെ മാനം കാക്കാൻ നമ്മളല്ലാതെ മറ്റാരുണ്ട്? കഥ ഇവിടെ പൂർണ്ണമാവുന്നു.